കേരളത്തിന് കൂടുതൽ റെയിൽ പാതകൾ അനുവദിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. മംഗലാപുരം ഷൊർണൂർ പാത 4 വരിയാക്കും. ഷൊർണൂർ കോയമ്പത്തൂർ പാത 3 വരിയാക്കുമെന്നും മന്ത്രി. ഷൊർണൂർ കൊച്ചി പാതയും 3 വരിയാക്കും. കായംകുളം തിരുവനന്തപുരം റൂട്ടിലും 3-ാം പാത അനുവദിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്ത്, കേരളത്തിന്റെ റെയിൽവേ സ്വപ്നങ്ങൾക്ക് ചിറകേൽക്കുന്ന പ്രഖ്യാപനങ്ങളാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്? ലക്ഷ്മി, സ്വകാര്യ മലയാള ചാനലിന്റെ അവാർഡ് ദാന ചടങ്ങിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം റെയിൽവേ മന്ത്രി നടത്തിയത്. അടിപൊളി വികസനം കേരളത്തിൽ റെയിൽവേക്കുണ്ട് എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനങ്ങൾ. വളരെ പ്രധാനപ്പെട്ടാണ് മംഗലാപുരം ടു ഷൊർണൂർ 4 വരി 2 പുതിയ പാതകൾ കൂടി അനുവദിക്കും എന്നുള്ളത്. അതിലൊരു പാത ചരക്ക് ഗതാഗതത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യപ്പെടും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷൊർണൂർ, എറണാകുളം, കായംകുളം, തിരുവനന്തപുരം, അതേപോലെ ഷൊർണൂർ, കോയമ്പത്തൂർ എന്നീ റൂട്ടുകളിലും അഡീഷണൽ ആയിട്ട് അത് പുതിയ ഒരു പാത കൂടി നിർമ്മിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇത് സംബന്ധിച്ച സാധ്യതാ പഠനങ്ങൾ നടത്തി കഴിഞ്ഞു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കന്യാകുമാരി തിരുവനന്തപുരം റൂട്ടിലും ഒരു അധിക പാതക്കുള്ള സർവേ ഇപ്പോൾ നടന്നു വരികയാണെന്നും ലക്ഷ്മി അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അടിപൊളി വികസനമാണ് റെയിൽവേക്ക് നൽകുന്നത്. അതേപോലെ ശബരിമല പാത യാഥാർത്ഥ്യമാക്കും. അതിനുവേണ്ടിയുള്ള നടപടികൾ സംസ്ഥാന സർക്കാരുമായി യോജിച്ചു പോവുകയാണ്. മുഖ്യമന്ത്രിയുമായി ഡൽഹിയിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ ഇത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ റെയിൽവേ വികസനത്തിൽ കുതിപ്പ് തന്നെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ IT മേഖല, കേരളത്തിലെ IT മേഖലയെ വളരെയധികം പദ്ധതികൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. IT ഹബ്ബാക്കും കൊച്ചിയെ. അതായത് കേരളത്തിലെ IT ഹബ്ബ് കൊച്ചിയെ മാറ്റുമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലക്ഷ്മി, ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.